Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണക്കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പാദത്തൊപ്പി അണിഞ്ഞു നാമൊരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതല വാളെടുത്തിടണം, ദുഷ്ടനെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in youth. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഹോൾമാൻ ഹൗണ്ടിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ചിത്രമുണ്ട്, വാതിൽക്കൽ മുട്ടുന്ന ഈശോ. ആ ചിത്രം വരച്ചു കഴിഞ്ഞ് ഹോൾമാൻ തൻ്റെ കൂട്ടുകാരനെ വിളിച്ച് ഈ ചിത്രം കാണിക്കുന്നുണ്ട്. കൂട്ടുകാരൻ മനോഹരമായ ചിത്രം നോക്കിയിട്ട് ഒരു അപാകത പറഞ്ഞു. എടോ, ഇതിനൊരു വാതിൽപ്പിടിയില്ലല്ലോ. ഹോൾമാൻ മറുപടി പറഞ്ഞു, അത് ഞാൻ മനഃപൂർവ്വം വയ്ക്കാത്തതാണ്. കാരണം ഇത് തുറക്കേണ്ടത് അകത്തുനിന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൊച്ചു ജീവിതങ്ങളെ ഈശോയ്ക്ക് തുറന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം തുറന്നു കൊടുത്ത ഒരു പറ്റം ചെറുപ്പക്കാർ ഇന്ന് നമ്മോടൊത്ത് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുവാനുമായിട്ടുണ്ട്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഇരിഞ്ഞാലക്കുട ജീസസ് യൂത്ത്. ുള്ളോരിടയനാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. തുറന്നുറാടുള്ളോരിടയനാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. അവൻ കൂട്ടി നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. നൂറുനൂറാടുള്ളോരിടയനാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. നൂറുനൂറാടുള്ളോരിടയനാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ, സാരമില്ലെന്നേ കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയനുറക്കം വന്നില്ല. ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ, സാരമില്ലെന്നേ കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയനുറക്കം വന്നില്ല. ഒന്നിനും കുഞ്ഞാടെ നീ എന്റേതല്ലേ കുഞ്ഞാടെ, തള്ളിക്കളയാൻ ആവുമ കുഞ്ഞാടെ. ഒന്നെങ്കിലും കുഞ്ഞാടെ
പോയതല്ലേ കുഞ്ഞാടെ, തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടെ. നൂറാടുള്ളോരിടയെ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയെ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയെ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയെ നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. Christ in youth. കാരുണ്യവാനായ ഈശോയെ, പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ചേർത്ത് സമർപ്പിക്കുകയാണ്. ഓരോ യുവാക്കൾ എന്ന നിലയിൽ കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചുള്ള അജ്ഞത കർത്താവെ അങ്ങിലേക്ക് കടന്നു വരാനുള്ള തടസ്സമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സ്വർഗം ലക്ഷ്യമാക്കി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അജ്ഞത കൊണ്ട് എൻ്റെ ജനം നശിക്കുന്നു എന്നൊക്കെ വചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ യഥാർത്ഥ വചനം ഞങ്ങൾ ഗ്രഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോയെ, പ്രത്യേകമായിട്ട് ഈ സമയങ്ങളിൽ അങ്ങയുടെ വചനം കേൾക്കാൻ ഞങ്ങൾ കാതോർക്കാണ്. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നല്ല നിലമാക്കി അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം കേൾക്കാൻ ഞങ്ങൾ കാതോർക്കുന്നു. ജോഷു പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ദാസനായ മോശയുടെ മരണത്തിനു ശേഷം അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവോട് കർത്താവ് അരുൾ ചെയ്തു, എൻ്റെ ദാസൻ മോശ മരിച്ചു. നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക. മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. തെക്കുവടക്ക് മരുഭൂമി മുതൽ ലെബനോൻ വരെയും കിഴക്കു പടിഞ്ഞാറ് യൂഫ്രട്ടീസ് മഹാനദിയും ഹിത്യരുടെ എല്ലാ ദേശങ്ങളുമടക്കം മഹാസമുദ്രം വരെയും നിങ്ങളുടേതായിരിക്കും. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടി എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവെടിയുകയുമില്ല. ശക്തനും ധീരനുമായിരിക്കുക. ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ്. എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്ന് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഓ കാരുണ്യവാനായ കർത്താവെ, പഴയ നിയമചരിത്രത്തില് പഴയ ഇസ്രായേലിനെ നയിക്കാനായിട്ട് മോശയുടെ പിൻഗാമിയായിട്ട് ജോഷുവയെ അങ്ങ് തിരഞ്ഞെടുത്തു. പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ പുതിയ ഇസ്രായേൽ എന്ന നിലയിൽ കർത്താവെ, യുവതിയാക്കളിൽ നിന്ന് പ്രത്യേകമാംവിധം ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഇവിടെ ആയിരിക്കുമ്പോൾ ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ശക്തരും ധീരരുമായിരിക്കുവാൻ, ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ നിലനിന്ന് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഈശോയെ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയങ്ങളിൽ ഞങ്ങൾ ആരാധനയിലേക്ക് ഞങ്ങൾ കടക്കുന്നു.
സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. ക്രിസ്തുവിനോട് സാദൃശ്യരായി തീരുക എന്നുള്ളതാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. അങ്ങനെ ആയിത്തീരണമെങ്കിൽ ഈശോ തൊടണം. അങ്ങനെ ഈശോ പ്രകടമാം രീതിയിൽ തൊട്ട വ്യക്തികളെ നമ്മൾ യൂത്ത് ഐക്കണായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഈശോ തൊട്ട അനുഭവം പങ്കുവയ്ക്കാൻ എത്തുന്നത് ആൽവിനാണ്. സ്വാഗതം ചെയ്യാം ആൽവിനെ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ആൽവിൻ. ഞാൻ പുത്തഞ്ചേരി ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ HDFC ബാങ്കിലാണ് വർക്ക് ചെയ്യണത്. എൻ്റെ ജീവിതത്തിൽ ഈശോ ആയിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സൗണ്ട് ഇവിടെ നിന്ന് തൊട്ടൊരു 10 മീറ്റർ ഡിസ്റ്റൻസിൽ എനിക്ക് സൗണ്ട് ഉറക്കിന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈശോയായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പുറത്ത് എനിക്കിപ്പോൾ ഈ സ്റ്റേജിൽ അതുപോലെ തന്നെ ജീസസ് യൂത്തായിട്ടൊരു ബന്ധത്തിൻ്റെ പേരിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ജീസസ് യൂത്തിലേക്ക് ഞാൻ കിടക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് പൂർണ്ണമായിട്ട് പോവാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ചേട്ടനാണ് വിളിക്കുന്നത്, നീ ജീസസ് യൂത്തിലേക്ക് വായോ, ജസ്റ്റ് നീ വന്നാൽ മതി, സംസാരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടാൽ മതി, കിച്ചണിലൊക്കെ നമുക്ക് നിൽക്കാം, പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ചെന്നു. പക്ഷേ അഡോറേഷൻ സമയത്ത് ഞാൻ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുത്തു. ഈശോയെ എനിക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല, എനിക്കൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ജീവിതമില്ല, മരിക്കാൻ തന്നെ വിചാരിച്ചു, മരിക്കാം. അപ്പം ഇനി ജീവിതത്തിൽ വേറെ ഒന്നുമില്ലല്ലോ, കാരണം ഒരു വ്യക്തിക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ലോകത്തിൽ ഒന്നില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ പിശാച് തോന്നിച്ചതായിരിക്കാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അഡോറേഷനിലിരുന്നു, കുംസാരിച്ചു, നല്ല രീതിയിൽ കുംസാരിച്ചു. അങ്ങനെ അഡോറേഷനിലിരുന്നു. അപ്പോൾ മുതൽ എനിക്ക് സൗണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ളൊരു ഇത് കിട്ടി. അതിനുശേഷം ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബിടെക്കിന് ഇൻ്റർനാഷണൽ കോൺഫറൻസിന് എനിക്ക് പങ്കെടുക്കാനൊരു ചാൻസ് കിട്ടി. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ പേടിയുണ്ട്, കാരണം 4-3 ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സൗണ്ട് ഇടറും, എനിക്ക് പേടിയുണ്ടാവും എനിക്കറിയാം, കാരണം എനിക്ക് ഓൾറെഡി സൗണ്ട് പോയ വ്യക്തിയാണ്. അപ്പം ഞാൻ ഈശോയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു. ഈശോയെ എനിക്കറിയില്ല എങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്ന്, കാരണം ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് എന്ത് ചെയ്യും, എന്ത് റെസ്പോണ്ട് ചെയ്യാമെന്ന് പോലും എനിക്കറിയില്ല, കാരണം ക്വസ്റ്റ്യൻസൊക്കെ ഇംഗ്ലീഷിലായിരുന്നു. ഞാൻ ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവൻ്റ് അല്ലാതെ ആയിരുന്നു. അതിനുശേഷം ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു, ഇൻ്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു. പക്ഷേ
എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം അടിപൊളിയായിട്ടെന്ന് പറഞ്ഞാൽ ഈശോയുടെ നാമത്തിൽ അടിപൊളിയായിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. കാരണം അവർ ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് നല്ല ഫ്ലുവൻസിൽ എനിക്ക് സംസാരിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാനിപ്പോൾ മാള സബ്സോണിൻ്റെ സർവീസ് ടീം മെമ്പറാണ്. കാരണം പാരിഷ് കോർഡിനേറ്ററാണ്. കാരണം ഒരു പാരിഷിൽ പോലും എനിക്ക് ഒരു ഡയറക്റ്റ് ഫേസ് ടു ഫേസോ സംസാരിക്കാൻ പോലും കഴിയില്ലാത്ത വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പം ഞാൻ 43 ഇടവകളിൽ മാള സബ്സോണിൻ്റെ 43 ഇടവകളിലെ പാരിഷിൻ്റെ കോർഡിനേറ്ററാണ്. കാരണം ഒരു പ്രാർത്ഥന പോലും എനിക്ക് മര്യാദയ്ക്ക് എത്തിക്കാൻ അറിയില്ലായിരുന്നു. കാരണം ഒരു 43 പേരുടെ ഇടയിൽ എനിക്ക് എത്തിച്ചേരാൻ ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. കാരണം ഈശോയെ അറിഞ്ഞപ്പോൾ ഈശോയുടെ വചനങ്ങൾ, അതുപോലെ തന്നെ ഈശോയുടെ സ്നേഹം അവർക്ക് പങ്കുവയ്ക്കാൻ എനിക്ക് സാധിച്ചു. അത് ഈശോയിലൂടെ മാത്രമാണ് എനിക്ക് സാധിച്ചതെന്നാണ് എൻ്റെ ഒരു ബോധ്യം. എൻ്റെ ജീവിതത്തിൽ ഈശോ അനുഭവപ്പെട്ട പോലെ നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും ചെറിയ അനുഭവത്തിലും നമ്മൾ ഈശോനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Christ in youth. ക്രിസ്തു ജീവിതത്തിൽ പ്രകടമാം വിധം ഇടപെടും. There will be a majestic entry of Jesus in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രാജകീയ പ്രവേശനം ഈശോ സാധ്യമാക്കും. ഒറ്റ ചാൻസിൽ മാത്രം, നമ്മൾ തുറന്നു കൊടുക്കുന്ന വാതിലിലൂടെ. നമ്മുടെ മുമ്പിൽ അനേകം യുവജനങ്ങളുണ്ട്. തുറന്നിട്ട വാതിലുകൾ ക്രിസ്തുവിന് മുമ്പിൽ മാത്രം കൊട്ടിയടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തുറന്നിട്ട വാതിലുകളിലൂടെ പലതും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അവയെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുന്നതും അത് ഈശോയ്ക്ക് വിസ്തൃതമാകുന്ന ഒരു വീഥിയായി തീരാനും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ലോകമെമ്പാടുമുള്ള യുവജനങ്ങളെ, ഈശോയ്ക്ക് നേരെ കൊട്ടിയടയ്ക്കപ്പെട്ട ഏതെങ്കിലും ഒരു വാതിലുകൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ അവ തുറന്നു കൊടുക്കുവാനായിട്ട്, നമ്മുടെ തന്നെ ജീവിതത്തിൽ ഈശോയോട് ചേർന്ന് നിൽക്കുന്നതിന് മടി കാണിച്ച് അടച്ചിട്ടിരിക്കുന്ന ചില വാതിലുകൾ ഉണ്ടാകും. ആ വാതിലുകളെയും ഈശോയ്ക്ക് തുറന്നു കൊടുക്കുവാൻ, അങ്ങനെ തുറന്നു കൊടുക്കുമ്പോൾ മാത്രം സാധ്യമാകുന്ന ആ രാജകീയ പ്രവേശനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സാധ്യമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമ്മൾ ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടുള്ളവർ, നമ്മളോടൊപ്പം കടന്നുപോയ വ്യക്തികളുണ്ടാകാം, നമ്മുടെ ഓർമ്മയിൽ ഉള്ള യുവജനങ്ങളുണ്ടാകാം, നമ്മുടെ സുഹൃത്തുക്കളുണ്ടാകാം. നമ്മൾ ഇനി എന്താകും ഈ ആളുടെ അവസ്ഥ എന്ന് ചിന്തിക്കുന്ന യുവജനങ്ങളെക്കുറിച്ച്, സുഹൃത്തുക്കളെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകാം. നാം എത്ര പറഞ്ഞിട്ടും നമ്മുടെ ജീവിതങ്ങളിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകാൻ സാധ്യമാകാതെ പോയ ചില ജീവിതങ്ങളുണ്ടാകാം. എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ഈശോയെ ഏറ്റെടുക്കണമേ, അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, അവരോരോരുത്തരുടെയും ഞങ്ങളുടെയും ജീവിതത്തിലേക്ക് അങ്ങ് ഒരു രാജകീയ പ്രവേശനം നടത്തണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. യേശുവേ 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 മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. സ്തുതി സ്തുതി സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Christ in youth. വിശ്വാസത്തിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഈശോയെ അറിയുക. രണ്ട്, ഈശോ അറിയുന്നവരായിത്തീരുക. ഈശോയെ അറിയാൻ ജ്ഞാനം ആവശ്യമാണ്. വിശുദ്ധി വളരാൻ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. അപ്പോൾ വിശുദ്ധി വളരാൻ, ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് കൂടുതൽ അറിവ് ആവശ്യമുണ്ട്. നമ്മുടെ ചോദ്യങ്ങളും സംശയങ്ങളുമൊക്കെ ഇന്ന് നമ്മോടുകൂടെ തീർക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോളി വടക്കനച്ഛനാണ്. ഇരിഞ്ഞാലക്കുട രൂപതയുടെ വികാരി ജനറലായ അച്ഛനെ ഒത്തിരി സ്നേഹത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. എല്ലാം സെറ്റല്ലേ? ഭംഗിയായിട്ട് പോകുന്നില്ലേ? വെരി ഗുഡ്.
ജയ്സച്ചൻ ഇവിടെ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരാനായിട്ട് ഒന്ന് അറിവുള്ളവരായിട്ട് നമ്മൾ മാറണം, വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കുകയും വേണം, അല്ലേ? കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടു ഈ വിശുദ്ധിയുടെ പ്രയാണം ഈ ജൻസി ഇപ്പോഴത്തെ ജനറേഷനും പോസിബിൾ ആണ് എന്ന്. വല്ല സംശയമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? വിശുദ്ധരാകാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടോ? അതോ ഇതുമായിട്ട് ബന്ധപ്പെട്ട വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് കൊന്തിയും വെന്തിങ്ങും ഇടാണ്ട് നടക്കുന്നവരുണ്ട്. അങ്ങനെ ഇട്ടാണ്ട് നടന്നാലും നമുക്ക് വിശുദ്ധിയിൽ വളരാൻ പറ്റുമോ? ചോദ്യകർത്താവിന്റെ പേരെന്തായിരുന്നു? അഷ്കനാസ്. അഷ്കനാസ് ഒരു പുതിയ പേരായതിന്റെ പേരിൽ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു വ്യത്യാസം തോന്നി. കൊന്തയും വെന്തിങ്ങും ഇടാറില്ലേ ഇപ്പോ? ഇല്ല. ഓക്കെ. ഈ കൊന്തയും വെന്തിങ്ങയും അത് മാതാവിനോടുള്ള ഭക്തിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള മാതാവ് നൽകിയ ഒരു ദർശനത്തിന്റെ ഭാഗമായിട്ട് വെന്തിങ്ങ ധരിച്ച് നീ മൃതനാവുകയാണെങ്കിൽ പരിശുദ്ധ അമ്മ നിന്നെ എത്രയും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു വെളിപ്പെടുത്തല് വെന്തിങ്ങയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് അറിയാം, ഉത്തരീയവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ കൊന്തയും വെന്തിങ്ങയും ധരിച്ചാൽ വിശുദ്ധരാകും, അത് ധരിച്ചില്ലെങ്കിൽ വിശുദ്ധരാകില്ല എന്നുള്ളത് അത് തെറ്റായുള്ള ധാരണയാണ്. നമ്മുടെ ചില ഹിന്ദി പടങ്ങളിലൊക്കെ വില്ലന്മാര് ഈ വലിയ കുരിശൊക്കെ കഴുത്തിലിട്ടിട്ടുള്ള വില്ലന്മാരെയൊക്കെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. പ്രിയമക്കളെ, ഒരു പക്ഷേ ആ ചോദ്യത്തിന് അപ്പുറത്തായിട്ട് നിൽക്കുന്ന മറ്റൊരു ചോദ്യം കൂടി വേണമെങ്കിൽ ചിന്തിക്കാവുന്നത്, ഈ സോഷ്യൽ മീഡിയയും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമും റീലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഇപ്പോഴത്തെ ന്യൂജൻ ചെറുപ്പക്കാർക്ക് വിശുദ്ധരാകാൻ സാധിക്കുമോ? ഈ പറയുന്ന രീതിയിൽ വെന്തിങ്ങയും കൊന്തയും ബാഹ്യ ലക്ഷണങ്ങളായിട്ടൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിലും വിശുദ്ധി അവർക്കും സാധ്യമാണോ എന്നുള്ള ഒരു ചോദ്യം അതിലേക്ക് വെളിച്ചം നൽകുന്ന രീതിയിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാവുന്ന നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നാം ആരുടെ കൂടെയാണ് എന്നുള്ളതാണ്. ഹു ഈസ് എ ക്രിസ്ത്യൻ? ഹു ഹാസ് ക്രൈസ്റ്റ് ഇൻസൈഡ് ഈസ് ദ ക്രിസ്ത്യൻ, അല്ലേ? ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സിനിമ നമുക്ക് ഇറങ്ങിയായിരുന്നു. ആ സിനിമയുടെ ടാഗ് ലൈൻ തന്നെ പ്രത്യേകിച്ച് യുവജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ടാഗ് ലൈൻ ആയിരുന്നു. എന്താണ്? വി ആർ വിത്ത് എമ്പുരാൻ, നോട്ട് വിത്ത് ഗാഡ് ബട്ട് വിത്ത് ഡെവിൾ. ഡീലിംഗ് വിത്ത് ഡെവിൾ ആണ് ഇന്നത്തെ ഒരു ട്രെൻഡായിട്ട് പൊതുവെ കാണുന്ന ഇപ്പോഴത്തെ ഈ ലോകത്തിൽ കാണുന്ന യാഥാർത്ഥ്യം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്തു എന്നോട് എന്ത് പറയുന്നു, ആ ദർശനങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ എങ്ങനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് വിശുദ്ധി അടങ്ങിയിരിക്കുക. ഈ കാർലോ അക്വിറ്റസ് സ്കൂളിലായിരുന്ന സമയത്ത്, പ്ലേ സ്കൂളിലൊക്കെ ആയിരുന്ന സമയത്ത് അവൻ്റെ കൂട്ടുകാരികളൊക്കെ അവനുമായിട്ട് ചിലപ്പോൾ തല്ലുപിടിക്കുമായിരുന്നു. അപ്പൊ അവന്റെ ടീച്ചർ ഈ കാർലോ അക്വിറ്റസിനെ കുറിച്ച് പറഞ്ഞത്, ഹി ഈസ് ടു ഗുഡ് ബിക്കോസ് ഹി ഡസന്റ് റിയാക്ട് ടു അതേഴ്സ്. മറ്റുള്ളവര് അവനോട് ചെയ്യുന്ന അതേ രീതിയിൽ, അതേ നാണയത്തിലല്ല അവൻ അവരോട് പ്രതികരിക്കുന്നത്. അപ്പൊ ടീച്ചർ ചോദിച്ചു, എന്താ കാർലോ, നിനക്കും അവര് പറയുമ്പോ നിനക്കും തിരിച്ചു പറഞ്ഞൂടെ, അവര് ചെയ്യുമ്പോൾ നിനക്കും തിരിച്ചു ചെയ്തൂടെ? കാർലോ പറഞ്ഞു, ജീസസ് ഡസന്റ് ലൈക്ക് ദാറ്റ്. ഈശോ അത് ഇഷ്ടപ്പെടുന്നില്ല. പ്രിയ മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ കഴുത്തിൽ വെന്തിങ്ങയുണ്ടോ, എൻ്റെ കഴുത്തിൽ കൊന്തയുണ്ടോ എന്നുള്ളതല്ല ഞാനൊരു വിശുദ്ധനോ വിശുദ്ധയാകുന്നുള്ള മാനദണ്ഡം. പ്രത്യുത എൻ്റെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ നോ പറയേണ്ടിടത്ത് നോ പറയാനുള്ള ധീരത എനിക്കുണ്ടോ, യെസ് പറയേണ്ടിടത്ത് യെസ് പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെയാണ് ഒരുവന്റെ ഐഡന്റിറ്റി വെളിപ്പെടുന്നത്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തോട് എനിക്കുള്ള ബന്ധവും ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവും എന്നിൽ നിറയുമ്പോൾ ആ ദൈവം എന്നെ ചില കാര്യങ്ങൾക്ക് നിർബന്ധിക്കും. കാരിത്താസ് ക്രിസ്തി ഊർജത്തിനോസ് എന്നാണ് പൗലോസ് ശ്ലീഹ പറയുക. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കും. അങ്ങനെ ഒരു നിർബന്ധം എനിക്ക് എൻ്റെ ജീവിത ശൈലിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? കാർലോ പറഞ്ഞു, ഞാൻ ദിവ്യബലി ഒരിക്കലും മുടക്കില്ല. ഞാൻ നിത്യവും ഡൊമിനിക് സാവിയോയെ പോലെ തന്നെ കൂടെ ഞാൻ കുമ്പസാരിക്കും. കാർലോയുടെ അമ്മ പങ്കുവെക്കുന്ന ഒരു വലിയ ചിന്തയുണ്ട്. കാർലോ എപ്പോഴും പറയുമായിരുന്നു, നമ്മളൊക്കെ ഒരു ബലൂൺ പോലെയാണ്. ഈ ബലൂണില് നിറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ആ കൃപയുള്ളപ്പോഴാണ് ഈ ബലൂൺ ഇങ്ങനെ ഉയർന്നു നിൽക്കുക. പാപം ചെയ്യുമ്പോഴോ ഈ ബലൂണിൽ ചെറിയ സുഷിരങ്ങൾ വീഴും. ആ സുഷിരങ്ങൾ വീഴുമ്പോൾ എന്ത് സംഭവിക്കും?
അത് ബലൂൺ താഴേക്ക് വരും. ഇതേ അവസ്ഥയാണ് മാനുഷികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ പാപം ചെയ്യുന്നതിലൂടെ നമ്മിൽ സംഭവിക്കുന്നത്. ദൈവത്തിന്റെ കൃപാവരത്തിന് നമ്മൾ തടസ്സമായി മാറുകയാണ്. ആ വരപ്രസാദ അവസ്ഥയിൽ നമ്മൾ മാറുകയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് തിരികെ വീണ്ടും കുമ്പസാരത്തിലൂടെ, കുദാശ സ്വീകരണത്തിലൂടെ, ആ ഒരു പാതയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്കും പ്രാപ്യമായ ഒരു അവസ്ഥ തന്നെയാണ് വിശുദ്ധി. ക്രിസ്തു തന്നെ വളരെ സുന്ദരമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. വെന്തിങ്ങ ധരിച്ചതിൻ്റെ പേരിലോ കൊന്ത ധരിച്ചതിൻ്റെ പേരിലോ മറ്റുള്ളവരുടെ മുൻപിൽ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് അറിയപ്പെട്ടതിൻ്റെ പേരിലോ ഞാൻ വിശുദ്ധനോ വിശുദ്ധയോ ആകണമെന്നില്ല. പ്രത്യുത എന്നിലുള്ള ക്രിസ്തുവിനെ എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ, എൻ്റെ സാക്ഷ്യത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് ഞാൻ ഈ വിശുദ്ധിയുടെ പ്രയാണം ആരംഭിക്കുന്നത്. അതുകൊണ്ട് അഷ്കനാസ് ചോദിച്ച ചോദ്യം, കൊന്തയും വെന്തിങ്ങും ധരിക്കുന്നതിൽ അതിൽ സംതൃപ്തിയും സന്തോഷവും ഈ വിറ്റ്നസിങ്ങുമായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. പക്ഷേ അത് മാത്രമല്ല വിശുദ്ധിയുടെ അടയാളമായിട്ട് ഭവിക്കേണ്ടത്. പ്രത്യുത പിതാവായ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ഈ ക്രിസ്തുവിനെ ഈ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുന്നതിലാണ്, സാക്ഷ്യപ്പെടുത്തുന്നതിലാണ് വിശുദ്ധി അടങ്ങിയിരിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. Christ in youth. ഒരു ക്രിസ്ത്യാനി കടന്നു ചെല്ലുന്ന ഇടം സന്തോഷപൂർണമാകുന്ന സ്ഥലമായി തീരണം. ദ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. ടെർമിനലി ഇല്ലായ, മരണം മൂലം മാത്രം തീർക്കപ്പെടുന്ന രോഗത്താൽ ബാധിതരായവരെ നോക്കുന്ന ഒരു ഗവൺമെൻറ് ആശുപത്രി. അവിടെ ഒരു മുറിയിൽ 2 പേർ, ഒരാൾ നല്ല ധനവാനായ വ്യക്തി, മറ്റേയാൾ പാവപ്പെട്ടവൻ. ഒരു ദിവസം രാത്രിയിൽ ധനവാൻ കാണുകയാണ് ഈ പാവപ്പെട്ടവൻ ഒരു പേപ്പർ കഷ്ണം ചുരുട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുന്നു. അത് ഈ ധനവാൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ ബക്കറ്റ് ലിസ്റ്റാണ്. തൻ്റെ ജീവിതം കൊണ്ട് താൻ പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ. ആ പാവപ്പെട്ടവൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഇപ്രകാരമായിരുന്നു: രണ്ടാമത്തെ മകൾക്ക് ഒരല്പം പണം കൊടുക്കണം, ഒരു ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം, ഒരു ബർഗർ കഴിക്കണം. ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വ്യക്തിയുടെ, ആ പാവപ്പെട്ടവൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ. ധനവാനായ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത് നിസ്സാരമായിരുന്നു. ആ നിസ്സാരമായ ആ ബക്കറ്റ് ലിസ്റ്റ് പൂർത്തിയാക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവർ പൂർത്തിയാക്കി തിരികെ തൻ്റെ മുറിയിലേക്ക് വന്ന് കിടക്കുമ്പോൾ ഈ പാവപ്പെട്ടവൻ പറഞ്ഞു, നല്ല ക്ഷീണം, ഒന്ന് ഉറങ്ങട്ടെ. അങ്ങനെ ഉറങ്ങാനായി കിടന്നു കഴിയുമ്പോൾ ഈ ധനവാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ ചുരുട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ട ആ ബക്കറ്റ് ലിസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഹെൽപ്പ് എ സ്ട്രേഞ്ചർ, ഒരു അപരിചിതനെ സഹായിക്കുക. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു സ്വർഗമാക്കി തീർക്കാൻ സാധിക്കും. ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ക്രിസ്തുവിനെ അറിയുന്ന ഒരാൾ ഉണ്ടാവട്ടെ. സൈനിങ് ഓഫ്. ക്രൈസ്റ്റ് ഇൻ യൂത്ത്.